നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. റാം കെയർ ഓഫ് ആനന്ദി, ആ പേര് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. കാരണം ചുരുക്കം വായനയൊന്നുമില്ലാത്ത ആളുകൾക്ക് പോലും റീൽസിലൂടെ അത്തരത്തിൽ റാം കെയർ ഓഫ് ആനന്ദി കേട്ടിരിക്കാം. അഖിൽ പി ധർമ്മജൻ അദ്ദേഹം എഴുതിയ നോവലാണ്. നോവൽ എന്നതിൽ കവിഞ്ഞ് അത്രത്തോളം വായനയെ മറന്നു തുടങ്ങിയ ആളുകളെ വീണ്ടും വായനയുടെ ലോകത്തേക്ക് എത്തിച്ച ഒരു എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിനോട് എനിക്ക് വ്യക്തിപരമായി വലിയ ആവേശമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് വലിയ സ്നേഹമുണ്ട്, ആരാധനയുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തല മുതിർന്ന അല്ലെങ്കിൽ തല നരച്ച പഴയകാല എഴുത്തുകാരൊക്കെ, അങ്ങനെ പഴയകാല എഴുത്തുകാർ എന്ന് പറയുന്നതാവും നന്നാവുക. കാരണം അവർ ഈ അടുത്ത കാലത്തൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന പുസ്തകങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ല. അവരെയൊക്കെ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ദു മേനോൻ, കൽപ്പറ്റ നാരായണൻ മാഷ് എന്നാണ് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്നത്. അദ്ദേഹമൊക്കെ ഇപ്പോൾ അഖിൽ പി ധർമ്മജനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് അദ്ദേഹം എഴുതിയ ഈ നോവൽ വളരെ നിലവാരം കുറഞ്ഞതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ നോവലിന് അവാർഡ് കൊടുക്കുമ്പോൾ അത് തെറ്റായ പല നിലപാടുകളിലേക്കും തെറ്റായ രീതിയിലേക്കും വരുന്ന കാലങ്ങളിൽ അത് വ്യാഖ്യാനിക്കപ്പെടാം എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. മാത്രമല്ല, നിലവാരമില്ല എന്ന് ഇന്ദു മേനോനും പറയുന്നു. അതായത് ഇവരൊക്കെ തന്നെ എഴുതുന്ന നോവലുകൾ അല്ലെങ്കിൽ സാഹിത്യരചനകൾ അതും അതായത് പ്രേക്ഷകൻ അല്ലെങ്കിൽ വായനക്കാരൻ അത് എന്ത് തന്നെ എഴുതിയാലും അതൊക്കെ ഇരുകയും നീട്ടി സ്വീകരിക്കണം എന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത്. അതാണ് ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അഖിൽ പി ധർമ്മജൻ എഴുതിയ ഈ നോവൽ ഒരുപാട് ആളുകളെ അത് സ്വാധീനിക്കുകയും ആ പുസ്തകം 2 ലക്ഷത്തോളം കോപ്പികളാണ് വിറ്റുപോയത്. അതുകൂടെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അതായത് കോപ്പികൾ കൂടുതൽ വിറ്റുപോയത് കൊണ്ട് ആ കൃതി അത് മഹത്തരമായ കൃതി ആവണം എന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ നോവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അഖിൽ പി ധർമ്മജന്റെ ഈ നോവൽ ആദ്യഘട്ടത്തിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ നാട്ടിലെ പുസ്തക പ്രസിദ്ധീകരണ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ മുന്നോട്ട് വന്നില്ല. പിന്നീട് അദ്ദേഹം ഇത് സോഷ്യൽ മീഡിയ വഴി പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. അതിലൂടെ ഈ നിരവധി ആരാധകർ ഈ പുസ്തകത്തിനും അല്ലെങ്കിൽ നോവലിനും ഉണ്ടായി. തുടർന്ന് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആളുകൾ മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. അതായത് ഈ പുസ്തകം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ അധ്വാനം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. മാത്രമല്ല, ഇന്ദു മേനോനും കൽപ്പറ്റ നാരായണ മാഷിനും നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. പുതിയ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ എഴുത്തുകാർ വരട്ടെ, അവർ എഴുതട്ടെ എന്ന് ആശംസിക്കുന്നതിന് പകരം ഇത്തരത്തിൽ അസൂയയും കുശുമ്പും ഒന്നും വെച്ചു പുലർത്താതെ പുതിയ കാലത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ നടന്നു നീങ്ങണം എന്നത് തന്നെയാണ് പറയാനുള്ളത്.